ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കമ്പനിപ്പടി മെട്രോ സ്റ്റേഷനടുത്തുള്ള ഒരു റെസ്റ്റോറന്റിലേക്കാണ്. ഒരുപാട് നാളായി ഈ റെസ്റ്റോറന്റ് വിസിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ഈയിടെയാണ് ഒരു അവസരം കിട്ടിയത്. അപ്പോൾ ഇതാണ് സുൽത്താൻ വീട് റെസ്റ്റോറന്റ്. അതായത് കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ മെട്രോ പില്ലർ 115ന്റെ നേരെ മുമ്പിലുള്ള ഒരു കിടിലൻ യമണ്ടൻ റെസ്റ്റോറന്റ് ആണിത്. ശരിക്കിത് കാണുമ്പോൾ ഏതോ ഒരു സുൽത്താന്റെ വീടിന്റെ ആ ഒരു രൂപമുള്ളത് കൊണ്ട് തന്നെയാണ് തോന്നുന്നു ഈ ഒരു പേര് വന്നിട്ടുള്ളത്. വളരെ ആപ്റ്റാണ്. അപ്പൊ ഇവിടെ എൻട്രൻസിൽ തന്നെ അട്രാക്ട് ചെയ്യുന്നത് ഇവരുടെ വായിൽ നിന്നും വെള്ളമൂറുന്ന രീതിയിലുള്ള ഈ ഒരു കിഡിലൻ സ്പെഷ്യൽ മെനു ബോർഡാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഉള്ളിലേക്കൊന്ന് കടന്നു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ആഹാ, അടിപൊളി ആംബിയൻസ് ആണ്. അതായത് ചുറ്റും എവിടെ നോക്കിയാലും പലതരത്തിലുള്ള മിറർ വർക്ക്സും അതുപോലെ നല്ല ഫാൻസി ഓർണമെന്റൽ ഡിസൈനിൽ ചെയ്തിട്ടുള്ള പല രീതിയിലുള്ള ലൈറ്റിംഗ് എക്യുപ്മെന്റ്സും പിന്നെ പല കളർഫുൾ വിൻഡോസ് എല്ലാം കൊണ്ടും ശരിക്കും ഒരു കളർഫുൾ ആംബിയൻസ് ആണ്. അപ്പൊ ഇതാണ് ഇവരുടെ ജ്യൂസ്, ഷേക്സ്, മോക്ടെയിൽസ്, ബെവറേജസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കൗണ്ടർ. അതിന് മുകളിലുള്ള ലൈറ്റ്സ് കാണാൻ വളരെ മനോഹരമാണ്. അതേപോലെ നമുക്ക് നോസ്റ്റാൾജിയ തരുന്ന രീതിയിലുള്ള പണ്ടത്തെ പലതരം സ്വീറ്റ്സ് ഇങ്ങനെ ബോട്ടിലാക്കി വെച്ചിരിക്കുന്നത് കാണാൻ നല്ല ഒരു കാഴ്ചയാണ്. അപ്പോൾ ഈ കാണുന്നതാണ് ഇവരുടെ കോമൺ ഡൈനിങ് ഏരിയ. ഏകദേശം 45-50 പേർക്ക് ഇരിക്കാനുള്ള ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഉണ്ട്. വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. ആ ഒരു റിച്ച് ലുക്ക് ഫീൽ ചെയ്യാൻ ശരിക്കും മരത്തിന്റെ അല്ലെങ്കിൽ ലാമിനേറ്റഡ് മരമാണ് ഡിസൈനിങ്ങിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഫുള്ളി എയർ കണ്ടീഷൻഡ് ആണ്. പിന്നെ ഈ കാണുന്നത് ഇവരുടെ സ്പെഷ്യൽ പുഡിംഗ് ഡെസേർട്സിന്റെ ഒക്കെ ഒരു ഡിസ്പ്ലേ ആണ്. വളരെ അട്രാക്റ്റീവായി ഫീൽ ചെയ്യുന്നുണ്ട്. സാധാരണ രീതിയിൽ കേക്ക്സും പേസ്ട്രീസും ഒക്കെയാണ് കാണാറ്. പിന്നെ ഇത്രയും അധികം ഐസ്ക്രീം ഫ്ലേവേഴ്സ് ആദ്യമായിട്ടാണ് ഡിസ്പ്ലേയിൽ കാണുന്നത്. പിന്നെ ഈ കാണുന്നതാണ് ഇവരുടെ ഒരു പ്രൈവറ്റ് ഫാമിലി ഡൈനിങ് സ്പേസ്. ഒരു 25 അല്ലെങ്കിൽ 30 പേർക്ക് സുഖമായിട്ട് ഇരുന്ന് കഴിക്കാവുന്ന രീതിയിലുള്ള ഒരു കോസി ആംബിയൻസ് ആണ്. ഇവിടെയും നല്ല ഭംഗിയുള്ള വിളക്ക് പോലെയുള്ള ലൈറ്റ് എക്യുപ്മെന്റ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കിനി മുകളിലേക്കൊന്ന് പോയി നോക്കാം. മുകളിലാണ് ഇവർക്ക് കോൺഫറൻസ് ഹാളും റെസ്റ്റോറന്റിന്റെ ഒരു എക്സിക്യൂട്ടീവ് ഡൈനിങ് ഏരിയയും പ്രയർ റൂം ഒക്കെ വരുന്നത്. ഈ ഒരു മാപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് പലർക്കും കൺഫ്യൂസ്ഡ് ആകും, ഇത്രയും സ്ഥലങ്ങൾക്ക് ഹോം ഡെലിവറി ഒക്കെ ഉണ്ടോന്ന്. പക്ഷെ അതൊന്നും അല്ല കേട്ടോ. ഈ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ ഇവിടെ എത്തുന്നുണ്ട്. അതേപോലെ കൂടുതലും തലശ്ശേരി സ്റ്റൈലിലുള്ള ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത് എന്നൊക്കെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ കാണുന്നതാണ് ഇവരുടെ ഒരു കോൺഫറൻസ് ഹാൾ. ഏകദേശം 200 പേർക്കുള്ള കപ്പാസിറ്റി ഉണ്ട്. അതായത് പല രീതിയിലുള്ള വെഡിങ് ഫംഗ്ഷൻസ്, എൻഗേജ്മെന്റ്, ഗെറ്റ് ടുഗദർ, മീറ്റിംഗ് ഒക്കെ നടത്താനുള്ള സൗകര്യമുണ്ട്. പിന്നെ ഈ കാണുന്നതാണ് ഇവരുടെ എക്സിക്യൂട്ടീവ് ഡൈനിങ് ഏരിയ. അതായത് ഒരു ലാർജ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഒരു ടൂറൊക്കെ പോയി വരുന്ന ആൾക്കാർക്കൊക്കെ ഒരുമിച്ചിരുന്ന് കഴിക്കാവുന്ന നല്ല കിഡിലൻ സ്പേസ് ആണ്. അതേപോലെ താഴത്ത് ഫുള്ളി ക്രൗഡഡ് ആണെങ്കിൽ ഇവിടേക്ക് വന്ന് കഴിക്കാവുന്നതാണ്. ഈ ഒരു റാക്ക് കണ്ടാൽ നമ്മൾ അവിടെ തന്നെ നോക്കി നിന്ന് പോകും. കാരണം അത്രയ്ക്കും അതിമനോഹരമായ കളർഫുൾ രീതിയിലുള്ള ക്രിസ്റ്റലൈൻ കൂജകളും കുപ്പികളും അതേപോലെ പല സൈസിലുള്ള ജാറുകളും ഫ്ലവർ വാസുകളും എന്തെല്ലാമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ശരിക്കും ഒരു റിച്ച് ഫീലാണ് തരുന്നത് ഈ ഒരു ക്രിസ്റ്റലൈൻ ബോട്ടിൽസും ഇതൊക്കെ കാണുമ്പോൾ. ഇതും കൂടി കണ്ടപ്പോൾ ശരിക്കും ഏതോ ഒരു സുൽത്താന്റെ വീട് പോലെ തന്നെയാണ് തോന്നിയത്. അപ്പൊ ഇനി നമുക്ക് സുൽത്താൻ വീട്ടിലെ ഭക്ഷണം ട്രൈ ചെയ്യേണ്ട സമയമായി. നമ്മൾ നേരെ വന്ന് ഇവരുടെ ഫാമിലി ഡൈനിങ് ഏരിയയിൽ വന്നാണ് ഇരുന്നത്. ചെറിയൊരു പ്രൈവസി ഉള്ളതുപോലെ തോന്നി. അപ്പോ മെനുവായി ആദ്യം എത്തിയത് സനീബാണ്, ഇവിടുത്തെ റെസ്റ്റോറന്റ് സൂപ്പർവൈസർ. അപ്പൊ ഇതാണ് അവരുടെ മെനു. രുചിയുടെ കര, കടൽ, ആകാശം. അതിൽ നിന്നും തന്നെ മനസ്സിലാക്കാം ഒരുവിധം എല്ലാ കാറ്റഗറീസിലുമുള്ള ഫുഡ് ഉണ്ട്. സൂപ്സ് ഉണ്ട്, സ്റ്റാർട്ടേഴ്സ് ഉണ്ട്, സാലഡ്സ് ഉണ്ട്, പല വെറൈറ്റിയിലുള്ള ഇന്ത്യൻ ഫുഡ് ഉണ്ട്. അതിൽ കേട്ടതും കേൾക്കാത്തതുമായ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. പിന്നെ ഇവർക്കൊരു സീ ഫുഡ് സെക്ഷൻ ഉണ്ട്, വെജിറ്റബിൾ സെക്ഷൻ ഉണ്ട്. അതിൽ സ്റ്റാർട്ടേഴ്സും ഉണ്ട്, മെയിൻ ഡിഷസും ഉണ്ട്. പിന്നെ എക്സ്ക്ലൂസീവ് ഫിഷ് ഐറ്റംസ് ഉണ്ട്, ബീഫ് ഐറ്റംസ് ഉണ്ട്, മട്ടൺ ഉണ്ട്, പോൾട്രി ഉണ്ട്, അറബിക് ഐറ്റംസ് ഉണ്ട്, പ്ലാറ്റേഴ്സ് ഉണ്ട്, പിന്നെ തന്തൂർ ഐറ്റംസും ഉണ്ട്, സ്പെഷ്യൽ ഫ്യൂഷൻ ഐറ്റംസും ഉണ്ട്. അപ്പൊ നല്ലൊരു വൈബ്രന്റ് മെനു ആണ്. ഇദ്ദേഹമാണ് ഇവിടുത്തെ എക്സിക്യൂട്ടീവ് ഷെഫ് മിസ്റ്റർ വിനോദ്. വളരെ ഒരു കാം ആൻഡ് കൂൾ പേഴ്സൺ ആയിട്ടാണ് ഫീൽ ചെയ്തത്. അങ്ങനെ ആദ്യമായിട്ട് എത്തിയത് ഈ കളർഫുൾ ജ്യൂസായ തബക്കത്താണ്. അപ്പൊ നമുക്കതൊന്നൊരു സിപ്പ് എടുത്ത് നോക്കാം. ആഹാ, കൊള്ളാം. പപ്പായ, അവോക്കാഡോ, മാംഗോ ലെയർ ആയിട്ട് വെച്ചിട്ടുള്ള ഒരു കിഡിലൻ ജ്യൂസാണ്. സമ്മറിന് പറ്റിയ ഐറ്റമാണ്. പിന്നെ വന്നത് ഇവരുടെ ഒരു അട്രാക്റ്റീവ് ബെസ്റ്റ് സെല്ലർ സ്റ്റാർട്ടർ ആണ്. കണ്ടിട്ട് നല്ല ടെംപ്റ്റിംഗ് ആയി ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത ഫുഡും വന്നു കഴിഞ്ഞു. ഇവരുടെ ബൺ പൊറോട്ട, അതിന് പറ്റിയ ഒരു കിഡിലൻ കറി. പിന്നെ ഇത് ഇവരുടെ ചട്ടിച്ചോറാണെന്ന് തോന്നുന്നു.
അപ്പൊ നമുക്ക് ഇവരുടെ സ്റ്റാർട്ടറിൽ നിന്ന് തുടങ്ങാം. ഇതാണ് ഇവരുടെ ഡ്രൈ കൊറിയൻ ബീഫ്. ശരിക്കും ഈ റേറ്റ് ആണ് വരുന്നത്. നല്ല ക്വാണ്ടിറ്റി വരുന്നുണ്ട്, നല്ലൊരു പ്രസന്റേഷൻ. ശരിക്കും നല്ല പെർഫെക്റ്റ് സ്ലൈസ്ഡ് ബീഫ് കട്ട്സ് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ആഹാ, കൊള്ളാം. നല്ല സ്വീറ്റ് BBQ സോസിലൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള മസ്റ്റർഡ് ഒക്കെ വിതറിയിട്ടുള്ള ഒരു കിഡിലൻ സ്റ്റാർട്ടർ. പിന്നെ ഇതിൽ ക്യാരറ്റ് ഉപയോഗിച്ചിട്ടുള്ള ഫ്ലോറൽ പ്രസന്റേഷൻ ശരിക്കും എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഫുഡും സർവീസും എങ്ങനെയുണ്ടെന്ന് അറിയാൻ ഇടയ്ക്ക് ഇവരുടെ ഓപ്പറേഷൻസ് മാനേജർ മിസ്റ്റർ ചെറിയാനും വന്നിരുന്നു. അങ്ങനെ നമ്മൾ അവസാനം ഓർഡർ ചെയ്ത ഐറ്റം വന്നു കഴിഞ്ഞു. ഒരു പ്ലാറ്റർ ആണ്. അപ്പൊ നമുക്കിനി ഇവരുടെ ബൺ പൊറോട്ട ഒന്ന് കഴിച്ചു നോക്കാം. ഇവരുടെ ബൺ പൊറോട്ട വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. കണ്ടാൽ തന്നെ അറിയാം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഫ്ലേക്കി ആൻഡ് ഫ്ലഫി പൊറോട്ടയാണ്. പിന്നെ അതിലേക്കുള്ള ഒരു കിഡിലൻ കോമ്പിനേഷൻ ആയിട്ട് ഇവർ സജസ്റ്റ് ചെയ്തതാണ് ഇവരുടെ ഈ കാന്താരി ചിക്കൻ കറി. കണ്ടിട്ട് ഒരു നിർവാണ കറി പോലെ ഉണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഈ ബൺ പൊറോട്ടയിൽ നിന്നും ഒരു കഷ്ണം എടുത്ത്, ഇതിലുള്ള ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ചിക്കനാണ്. പിന്നെ ഈ കറിയും ഒരു തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള ഒരു നിർവാണക്കറി പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ ബൺ പൊറോട്ടയും കറിയും ചിക്കനും കൂട്ടി പിടിപിടിച്ച് നോക്കാം. ആഹാ, നല്ല കിഡിലൻ കോമ്പിനേഷൻ. അതായത് കാന്താരി മുളകൊക്കെ അരച്ച് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള ഒരു കിഡിലൻ ചിക്കൻ കറി. ഇനി നമുക്ക് ഇവരുടെ 2 പേർക്കുള്ള കപ്പിൾ പ്ലാറ്റർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൽ ഗ്രിൽഡ് വെജിറ്റബിൾസ് വരുന്നുണ്ട്, 4 പീസ് ഗ്രിൽഡ് വിങ്സ് വരുന്നുണ്ട്, ഒരു സ്റ്റിക്ക് ലെബനീസ് ചിക്കൻ ടിക്ക വരുന്നുണ്ട്, ഒരു സ്റ്റിക്ക് ചിക്കൻ ഷീ കബാബ് വരുന്നുണ്ട്, പിന്നെ ഒരു ക്വാർട്ടർ പോർഷൻ ഇറാഖി അൽഫാം വരുന്നുണ്ട്, ഒരു ക്വാർട്ടർ പോർഷൻ ലെബനീസ് അൽഫാം വരുന്നുണ്ട്, അറബിക് സാലഡ് വരുന്നുണ്ട്, ഫ്രഞ്ച് ഫ്രൈസ് വരുന്നുണ്ട്, കുബൂസ് വരുന്നുണ്ട്, മന്തി വരുന്നുണ്ട്, മയണൈസ് വരുന്നുണ്ട്, സാൽസ ഡിപ്പും വരുന്നുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഈ ഗ്രിൽഡ് വിങ്സിൽ നിന്നും തുടങ്ങാം. ശരിക്കും ഒരു നല്ലൊരു ഫ്ലേവറാണ്, ഒരു പെപ്പർ ഫ്ലേവറിലുള്ള ഗ്രിൽഡ് വിങ്സ് ആണ്. കുഴപ്പമില്ല, നല്ല സോഫ്റ്റ് മീറ്റ് ആണ്. ഇനി നമുക്ക് ഇവരുടെ ചിക്കൻ ടിക്ക ഈ മയണൈസിൽ കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം. കൊള്ളാം, നല്ലൊരു ലെബനീസ് ഫ്ലേവേർഡ് ചിക്കൻ ടിക്കയാണ്, നല്ലൊരു മൈൽഡ് ഫ്ലേവറാണ്. പിന്നെ ഇനി അടുത്ത് നമുക്ക് ഇവരുടെ ചിക്കൻ ഷീ കബാബ് ഒന്ന് ഇതിൽ മുക്കി കഴിച്ചു നോക്കാം. നല്ല സോഫ്റ്റ് ആയിരുന്നു, അതായത് ഉള്ളില് ഹെർബ്സ് ഒക്കെ നിറച്ചിട്ടുള്ള. അപ്പൊ അതൊന്നൊരു ബൈറ്റ് എടുത്ത് നോക്കാം. കൊള്ളാം, നല്ല ക്വാളിറ്റി ഉള്ള സോഫ്റ്റ് ഷീ കബാബാണ്. അടുത്തത് നമുക്ക് ഇറാഖി അൽഫഹാമിന്റെ ഒരു കഷ്ണം എടുത്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ല ഗ്രിൽഡ് ഇതായതുകൊണ്ട് ചെറുതായിട്ട് ഹാർഡായ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇത് ഇവരുടെ അറബിക് സാലഡിന്റെ കൂടെ കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. കൊള്ളാം, ഇതും ഒരു പെപ്പർ ഫ്ലേവേർഡ് ഒരു ടേസ്റ്റ് ആണ് വരുന്നത്. അടുത്തത് നമുക്ക് ഇതിലത്തെ ലെബനീസ് അൽഫഹാമിന്റെ ഒരു പീസ് എടുത്ത് നോക്കാം. ഇത് കുറച്ചും കൂടി സോഫ്റ്റ് ആയിരുന്നു. പിന്നെ ലെബനീസ് ഫ്ലേവർ ആയ കാരണം ഒരു പക്ഷേ നന്നാവാൻ സാധ്യതയുണ്ട്. ആഹാ, കൊള്ളാം, നല്ല കിഡിലൻ ഒരു മൈൽഡ് സ്പൈസി ഫ്ലേവർ ആണ്. ഇവരുടെ ഫ്രഞ്ച് ഫ്രൈസും നല്ല ക്വാളിറ്റിയുള്ള ഫ്രഞ്ച് ഫ്രൈസ് ആണ്. പിന്നെ ഇതിലുള്ള ഗ്രിൽഡ് വെജിറ്റബിൾസ്, എനിക്ക് എസ്പെഷ്യലി ഗ്രിൽഡ് അനിയൻ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ കുബൂസിന്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് ഒരു പീസ് എടുത്ത് ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. കുബൂസും നല്ല സോഫ്റ്റ് കുബൂസാണ്. ഇത്ര നേരം ഇരുന്നിട്ടും നല്ല സോഫ്റ്റ് ആയിട്ട് ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. അടുത്തത് നമുക്ക് ഇതിന്റെ താഴെ ഒളിച്ചിരിക്കുന്ന മന്തി റൈസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ അതിലേക്കുള്ള സാൽസ ഡിപ്പും ഉണ്ട്, മയണൈസ് ഉണ്ട്. അതെല്ലാം കൂട്ടി കുഴച്ച് ഒരു പിടിപിടിച്ച് നോക്കാം. കൊള്ളാം, നല്ല ഓത്തന്റിക് ഫ്ലേവറിലുള്ള മന്തി തന്നെയാണ് ഇത്. ശരിക്കും ഒരു പൈസ വസൂൽ പ്ലാറ്റർ തന്നെയാണ്. അടുത്തത് ഇവരുടെ ചട്ടിച്ചോറാണ്. ഈ ഒരു റേറ്റ് ആണ് വരുന്നത്. ഇതിൽ എരിശ്ശേരി വരുന്നുണ്ട്, ഉപ്പേരി വരുന്നുണ്ട്, പുളിശ്ശേരി വരുന്നുണ്ട്, ചമ്മന്തി വരുന്നുണ്ട്, അച്ചാറ് വരുന്നുണ്ട്, ഇഞ്ചമ്പുളി വരുന്നുണ്ട്, മീൻ പൊരിച്ചത് വരുന്നുണ്ട്, ചിക്കൻ ഫ്രൈ വരുന്നുണ്ട്, ബീഫ് റോസ്റ്റും വരുന്നുണ്ട്, ഒരു മുട്ടയും വരുന്നുണ്ട്. പിന്നെ അതിന്റെ താഴെ ചോറും മുളകും പിന്നെ പപ്പടം ഉണ്ട്. അപ്പൊ ചോറിന്റെ ഒരു ചെറിയ കളറ് കാണാനുണ്ട്, എന്തോ ഒരു കറിയിൽ മിക്സ് ചെയ്ത പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എല്ലാത്തിനും കുറച്ചെടുത്ത് ഈ ചോറിന്റെ മുകളിൽ വെക്കാം. ഉപ്പേരി കുറച്ച് വെക്കാം, എരിശ്ശേരി കുറച്ച് വെക്കാം, മുട്ട കുറച്ച് വെക്കാം, ബീഫ് റോസ്റ്റിന്റെ ബീഫ് കുറച്ച് വെക്കാം, ചിക്കൻ ഫ്രൈന്ന് കുറച്ച് ചിക്കൻ ഫ്രൈ എടുത്ത് വെക്കാം, പിന്നെ കൊഴുവ മീൻ ഫ്രൈന്ന് കുറച്ച് കൊഴുവ എടുത്ത് വെക്കാം, അതേപോലെ ഇവരുടെ ഇഞ്ചമ്പുളി കുറച്ചെടുത്ത് വെക്കാം. പിന്നെ അച്ചാറ് കണ്ടിട്ട് നാരങ്ങയാണോ സംശയമുണ്ട്, പക്ഷെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതെടുത്ത് കുറച്ച് വെക്കാം. പിന്നെ ഇവരുടെ ചമ്മന്തി ഉരുളയാക്കി വെച്ചിട്ടുണ്ട്, അത് കുറച്ചെടുത്ത് വെക്കാം. പിന്നെ പപ്പടവും കൂട്ടി ഇതെല്ലാം കൂടി ഒരു പിടിപിടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ആഹാ, കൊള്ളാം, ആ കമ്പൈൻ ടേസ്റ്റ് നല്ല കിഡിലനായിട്ടുണ്ട്. അതായത് ആ ചമ്മന്തിയും അച്ചാറും ഇഞ്ചമ്പുളിയൊക്കെ സൂപ്പറായിട്ടുണ്ട്. ഇനി നമുക്ക് ലേശം പുളിശ്ശേരി ഒഴിച്ച് ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്.
അപ്പൊ ഇതിലുള്ള ചോറിലുള്ള ആ കളറ് ഇറച്ചിയുടെ കറിയിൽ മിക്സ് ചെയ്തിട്ടുള്ള റൈസാണ്, അതുകൊണ്ട് ആ ഒരു ഫ്ലേവറും കിട്ടുന്നുണ്ട്. എല്ലാം കൂടി കൂട്ടിക്കുഴച്ച് കഴിക്കുമ്പോൾ ആ ഒരു ഫ്ലേവർ ഒരു രക്ഷയുമില്ല. അപ്പൊ ചട്ടിച്ചോറ് ഇഷ്ടമുള്ളവർ ഇത് എന്തായാലും ട്രൈ ചെയ്യണം. ഇവരുടെ ഒരു ബെസ്റ്റ് സെല്ലർ തന്നെയാണ്. ചുറ്റുള്ളവർ ഒരുപാട് പേര് ഇത് ഓർഡർ ചെയ്തിട്ട് കഴിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ ഇവരുടെ തലശ്ശേരി സ്റ്റൈൽ ബിരിയാണിയും ഇവരുടെ ഒരു ഹൈലൈറ്റ് ആണ്. പക്ഷെ അത് കഴിക്കാനുള്ള വയറില്ല. അങ്ങനെ ഇത്രയും കഴിച്ചു കഴിഞ്ഞപ്പോ ദാഹത്തിനായിട്ട് വാങ്ങിച്ചതാണ് ഈ ഫ്രഷ് ലൈം. ഒരു റീസണബിൾ റേറ്റിന് നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഇത് കുടിച്ചു കഴിഞ്ഞപ്പോ നല്ല സുഖമായിരുന്നു. പക്ഷെ ദാഹം ഇതിൽ നിൽക്കുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ ഫുഡ് എല്ലാം കഴിഞ്ഞ് ഡെസേർട്ടിനായി പറഞ്ഞത് ഇവരുടെ ഒരു സ്പെഷ്യൽ ഇളനീർ പുഡിംഗ് ആണ്. ഈ റേറ്റ് ആണ് വരുന്നത്. ഇതിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇവിടുത്തെ ഓണറിന്റെ വൈഫാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ശരിക്കും ഒരു ഓത്തന്റിക് പുഡിംഗ് ആവാനാണ് ചാൻസ്. ആഹാ, നല്ല കിടിലൻ പുഡിംഗ്. അതായത് ശരിക്കും കരിക്കിന്റെ പീസസ് ഒക്കെ ഉള്ള വായിൽ മെൽറ്റ് ചെയ്ത് പോകുന്ന രീതിയിലുള്ള ഒരു കിടിലൻ പുഡിംഗ് തന്നെയാണ്. പിന്നെ ദാഹിച്ചപ്പോ ഇവര് തന്നെ സജസ്റ്റ് ചെയ്തതാണ് സുൽത്താൻ സ്പെഷ്യൽ മൊഹിത്തോ. കാണുമ്പോൾ നല്ലൊരു അട്രാക്റ്റീവ് പ്രസന്റേഷൻ ആണ്. നല്ല റീസണബിൾ റേറ്റ് ആണ്. കൂടുതലും ഐസ് ഉള്ളത് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഒരു ഗ്രീൻ കളറും കാണാം, ഒരു യെല്ലോ കളറും കാണാം. അപ്പൊ നമുക്ക് കുടിച്ചു നോക്കാം. കൊള്ളാം. ഇതില് പാഷൻ ഫ്രൂട്ടും ഗ്രീൻ ആപ്പിളും ആണ് വരുന്നത്. ഒരു സ്പെഷ്യൽ കോമ്പിനേഷൻ തന്നെയാണ്. കാണുമ്പോൾ നല്ല ക്വാണ്ടിറ്റി ഉണ്ടെങ്കിലും ഐസാണ് ഇതിൽ കൂടുതലും. പിന്നെ നമ്മൾ പറഞ്ഞതാണ് ഇവരുടെ ആ ടെംപ്റ്റിംഗ് അട്രാക്റ്റീവ് ക്രീം പുഡിംഗ്. അപ്പൊ അതിൽ മാംഗോ ഫ്ലേവർ ആണ് ചൂസ് ചെയ്തത്. ഈ ഒരു റേറ്റ് ആണ് വരുന്നത്. നല്ല ക്വാണ്ടിറ്റിയും ഉണ്ട്. ആഹാ, നല്ല കിടിലൻ മാംഗോ ക്രീം. പലയിടത്തും കണ്ടിട്ടുണ്ട്, ഇതുവരെ ടേസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതായത് മാംഗോ പീസസും ഉണ്ട്, പിന്നെ മാംഗോ പൾപ്പ് കൊണ്ടുണ്ടാക്കിയ ക്രീമും. നല്ല സൂപ്പർ പുഡിംഗ് ആണ്. വളരെ ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഗംഭീര ഫുഡ് എക്സ്പീരിയൻസ് ഇവിടെ തീരുകയാണ്. ഞങ്ങൾ വന്നപ്പോ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 10 മിനിറ്റിന് ശേഷം നല്ല ക്രൗഡഡ് ആയി. അതും ഒരു വീക്ക് ഡേയിലാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. നല്ല തിരക്കുള്ള നല്ല ഡിമാൻഡുള്ള റെസ്റ്റോറന്റ് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ഇവിടുത്തെ ഫുഡും ആംബിയൻസും പോലെ ഇവരുടെ ഹോസ്പിറ്റാലിറ്റിയും വളരെ നന്നായിരുന്നു. അതായത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് ഇവരുടെ എക്സിക്യൂട്ടീവ് ഷെഫോ അല്ലെങ്കിൽ ഓപ്പറേഷൻസ് മാനേജറോ അല്ലെങ്കിൽ റെസ്റ്റോറന്റ് സൂപ്പർവൈസറോ ആരെങ്കിലും ഒക്കെ വന്നിട്ട് നമ്മളോട് ചോദിച്ചുകൊണ്ടേയിരുന്നു എന്തെങ്കിലും വേണോ, എങ്ങനെയുണ്ട് ഫുഡ് എന്നൊക്കെ വളരെ നന്നായി അന്വേഷിച്ചുകൊണ്ടിരുന്നു. അതും ശരിക്കും നല്ലൊരു ക്വാളിറ്റിയാണ്. അങ്ങനെ റെസ്റ്റോറന്റിൽ നിന്നും ഇറങ്ങുമ്പോൾ ഈ 2 ബോർഡ് ശരിക്കും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇൻ കേസ് ഓഫ് എമർജൻസി യു പ്ലേ യുവർ നീഡ് പാർട്ട് ബീങ് റെസ്പോൺസിബിൾ. ശരിക്കും വളരെ ശരിയാണ്. പിന്നെ രണ്ടാമത്തെ ബോർഡ് വായിച്ചപ്പോൾ ഇവർ ചെയ്യുന്ന ആ പുണ്യപ്രവൃത്തി ആലോചിച്ച് സങ്കടവും സന്തോഷവും വന്നു. വളരെ റെയറായിട്ട് ഇങ്ങനത്തെ റെസ്റ്റോറന്റ് കാണാൻ സാധിക്കൂ. ഇവർ ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. അതായത് വിശന്ന് ആര് വന്നാലും ഇനിയിപ്പോൾ അവർക്ക് കാശില്ലെങ്കിലും ഇവരുടെ മാനേജറെ സമീപിച്ചാൽ ചോദിക്കുന്നവരുടെ അഭിമാനത്തിന് ഒരു കോട്ടവും തട്ടാതെ ഇവർ സഹായിക്കുന്നതാണ്. പിന്നെ പുറത്തുള്ള ഈ സ്പോട്ടിൽ ഒരു 4 മണിക്ക് വന്ന ചായയും നല്ല തലശ്ശേരി കടികളും കിട്ടും. പിന്നെ ഇതിന്റെ മുമ്പിൽ കുറച്ച് പാർക്കിംഗ് സ്പേസ് ഉണ്ടെങ്കിലും ഇവർക്ക് ഇത് കൂടാതെ വാലെ പാർക്കിംഗ് സൗകര്യമുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇവിടെ വന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി, ബൈ.